എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നല്ലോ ചർച്ച ചെയ്തത്. ഇന്ന് അതിന്റെ ഒരു തുടർച്ചയായ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും ഫൈനൽ മൊമെന്റിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അതിലേക്കൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചത്. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം പൊസിഷൻസ് ഓഫ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എവിടെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ തേർഡ് ആംഗിളും ഒന്ന് നോക്കാം. നമ്മുടെ ക്വാർട്ടന്റ് ഇതാണ്, ഫസ്റ്റ് ക്വാർട്ടന്റ് ആണ് ഇതെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണല്ലോ. അപ്പൊ അത് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏത് വ്യൂയിലാണ്? ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ വ്യൂസും വരച്ചതിന് ശേഷം ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കതിനെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ, വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ്. നിങ്ങൾ ഇവിടെ ഫ്രണ്ട് വ്യൂ വരച്ചു ഒബ്ജക്റ്റിന്റെ, ക്ലിയർ ആണല്ലോ. ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ. ദെൻ സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയൊരു പ്ലെയിൻ ഇതാ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. പുതിയൊരു പ്ലെയിൻ ഇവിടെ, ഈ പ്ലെയിൻ പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ, അതിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചു. അതായത് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെല്ലാം വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൾറെഡി ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, കൺവേർട്ട് ചെയ്യേണ്ട. ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, അതിന് എന്ത് ചെയ്യണം? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതാ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി, ഇതുപോലെ താഴേക്ക്. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഫ്രണ്ട് വ്യൂ മുകളിൽ കിട്ടി, ടോപ്പ് വ്യൂ താഴെ കിട്ടി. ഇതിനിടയിലുള്ള ഈ ലൈൻ എന്താ പറയാ? ഈ ലൈൻ റഫറൻസ് ലൈൻ. ഓക്കെ. ഇനി സൈഡ് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം, നേരെ പുറകിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പോഴെന്താണ് സംഭവിച്ചത്? ഇവിടെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റിൽ നിന്ന് നോക്കുന്ന വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ ലഭിച്ചു. അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്നാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും, ഈ പ്ലെയിന് നേരെ പുറകിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കാം, ബോർഡിൽ ഫ്രണ്ട് വ്യൂ മുകളിലും, അതായത് റഫറൻസ് ലൈനിന്റെ മുകളിൽ, ടോപ്പ് വ്യൂ അതിന്റെ തൊട്ട് താഴെ, ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതുപോലെ റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ഏത് സൈഡിൽ? ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നു. ഏതാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ. അതുപോലെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലേക്കാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഓക്കെ. അതിനുവേണ്ടി തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, അതായത് ഇതുപോലെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഞാൻ അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂയിലേക്ക് മാറ്റാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്തു. നിങ്ങളിപ്പോൾ ഫ്രണ്ട് വ്യൂ, അപ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടും? വെർട്ടിക്കൽ പ്ലെയിൻ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ദെൻ ടോപ്പ് വ്യൂ എവിടെ കിട്ടി? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ. അതിനെ ഫ്രണ്ട് വ്യൂയിലേക്ക് അല്ലെങ്കിൽ അതിനെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതിനെ നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ടോപ്പ് വ്യൂ എവിടെ കിട്ടുന്നു? ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ ടോപ്പ് വ്യൂ കിട്ടി, റഫറൻസ് ലൈൻ ഇതാണ്. ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടീഷനൊക്കെ പറഞ്ഞു, ആദ്യം കാണുന്നത് എന്താ? പ്ലെയിൻ ആണ് കണ്ടത്. അപ്പൊ അത് പ്രകാരം ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് അവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഈ പ്ലെയിനിൽ തന്നെ വരക്കണം. ആദ്യം കാണുന്ന പ്ലെയിനിൽ അത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം, നേരെ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലേക്ക്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് വ്യൂ XY ലൈൻ അല്ലെങ്കിൽ റഫറൻസ് ലൈനിന്റെ താഴെ ഫ്രണ്ട് വ്യൂ, മുകളിൽ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂയും, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വ്യൂ നിങ്ങൾ വരക്കുവാണെങ്കിൽ, ഞാൻ ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടില്ല, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടാവും, അവിടെ നിന്ന് നോക്കുന്ന കാര്യം ആ പ്ലെയിനിൽ വരച്ചെടുക്കും. അതിനെന്ത് ചെയ്യും? ഇതുപോലെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? റൈറ്റ് സൈഡ് വ്യൂ ലഭിക്കും. ഓക്കെ. അപ്പൊ അത്തരത്തില് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കാം, ബോർഡിൽ ഫ്രണ്ട് വ്യൂ താഴെ, അതിന്റെ മുകളിൽ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂയും, റൈറ്റ് സൈഡ് വ്യൂ ലഭിക്കും. ഇത്തരത്തില് 4 വ്യൂസ്. നിങ്ങൾക്ക് ഇതിന് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഏതെങ്കിലും ഒരു വ്യൂ മാത്രമേ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിത് 4 വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബോർഡിൽ വരച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. ബോർഡിൽ വരച്ചപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ ആയി പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞത്, ഈ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നീങ്ങാം. ഓക്കെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഞാൻ ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന
ഈ ഒരു എൽ ഷേപ്പ് ഫിഗറിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വിശദീകരിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു എൽ ഷേപ്പ് ബ്ലോക്ക്, അത് നിങ്ങൾക്ക് ഇതിന് വിപുലീകരിച്ചിട്ടുള്ള മറ്റ് രീതിയിലുള്ള ഷേപ്സ് ഉള്ള ബ്ലോക്കുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാം. എന്തോ ആയിക്കോട്ടെ, അതൊരു ഐസോമെട്രിക് വ്യൂവിലാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഫ്രണ്ട് വ്യൂ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും ഉണ്ടാവുക? ഇലവേഷൻ എന്നുണ്ടാവും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി മനസ്സിലാക്കുക. ദെൻ ഫ്രണ്ട് വ്യൂ ഇതാണെങ്കിൽ, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിൽ നിന്ന് കുഴപ്പമില്ല. ഇനി ഫ്രണ്ട് വ്യൂ ഇതാണെങ്കിൽ ഇവിടെ സൈഡ് വ്യൂ എന്നുള്ളത് കാണാം. ഇവിടെ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, എന്താണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റിൽ നിന്ന് നോക്കുക, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഫ്രണ്ട് വ്യൂ ഇതാണെങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ആയിരിക്കും. തൊട്ടപ്പുറത്ത് നിന്നുള്ളതായിരിക്കും റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ ഇവിടെ സൈഡ് വ്യൂ എന്ന് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ അത് ഏത് സൈഡ് വ്യൂ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വരയ്ക്കാനുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നതിന് ഒരു ബേസ് ലൈൻ, അതിന് പറയുന്ന പേരാണ് റഫറൻസ് ലൈൻ. ആ റഫറൻസ് ലൈൻ തിൻ ലൈൻ ആയിട്ട് അതിലേക്ക് വരയ്ക്കണം, നമ്മുടെ പേപ്പറിലേക്ക് വരയ്ക്കണം. അപ്പൊ ആ റഫറൻസ് ലൈൻ വരക്കുന്നതിന് മുന്നോടിയായി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എവിടെയാണ്, ഏത് സൈഡ് വ്യൂ ആണ് വരക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. കാരണം നമ്മുടെ കയ്യിൽ ഒരു A3 ഷീറ്റാണ് ഉണ്ടാവുക. ഒരുപക്ഷെ A3 ഷീറ്റിന്റെ ഏത് ഭാഗത്താണ് നമ്മൾ വരക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. എക്സാമിനനുസരിച്ച് ഒരുപക്ഷെ ചില കുട്ടികൾ ആദ്യം വരക്കാം, അല്ലെങ്കിൽ കുറച്ച് പിക്ചറുകൾ വരച്ചതിന് ശേഷം വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പേസ് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഏതാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഫ്രണ്ട് വ്യൂ വരക്കണം, ടോപ്പ് വ്യൂ വരക്കണം, പിന്നെ ഏത് വരക്കണം? ലെഫ്റ്റ് സൈഡ് വ്യൂ വരക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞ കാര്യം ഓർത്ത്, ഫ്രണ്ട് വ്യൂ മുകളിൽ, തൊട്ട് താഴെ ടോപ്പ് വ്യൂ, അത് കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ വരക്കണം? റൈറ്റ് സൈഡിലാണ് വരക്കേണ്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഒരു ധാരണയില്ലാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ ഫ്രണ്ട് വ്യൂ, ഇവിടെ ടോപ്പ് വ്യൂ വരച്ചു, അതിനുശേഷം റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരക്കാം? ലെഫ്റ്റ് സൈഡിലാണ് വരക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴേക്ക് നിങ്ങളുടെ ഷീറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നീട് അത് റബ്ബ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് ഇവിടെ വരച്ചിട്ട് അത് റൈറ്റ് സൈഡ് വ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊസിഷൻസ് ഓഫ് വ്യൂ ആദ്യം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് അതിന്റെ നീളവും വീതി. ഇവിടെ ഇപ്പൊ ഞാൻ ഡയമെൻഷൻ കൊടുത്തിട്ടില്ല. ഇതിന്റെ നീളം എത്രയാണ്? ഫ്രണ്ട് വ്യൂ, അപ്പൊ ഏകദേശം എത്രയൊക്കെ വരും? കുറച്ച് കൂടുതൽ എടുക്കാം. അതുപോലെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എത്ര വരും? അതിനനുസരിച്ച് സ്പേസ് ഉണ്ടോ നോക്കിയതിനു ശേഷം മാത്രമേ ഡ്രോയിങ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണല്ലോ. അപ്പോൾ ഞാനിപ്പം ആദ്യം ചെയ്യുന്നത് റഫറൻസ് ലൈൻ. എന്താണ് റഫറൻസ് ലൈനിന്റെ ഉദ്ദേശം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് പ്ലെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒബ്ജക്ട് വെക്കുന്നതിന് മുന്നേ ആണ് ആദ്യം റഫറൻസ് ലൈൻ വരേണ്ടത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു എഡ്ജ് മാത്രമേ കാണത്തുള്ളൂ. കാണുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ എഡ്ജിന് പകരം ഈ ഒരു ഭാഗം കാണത്തില്ല, കാരണം അതിന്റെ നേരെ പുറകിലാണ് ഭാഗമുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഭാഗം ഇവിടെയാണെങ്കിലും അത് തന്നെ നേരെ പുറകിലാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വരച്ചെടുക്കാം? ഇവിടെ XY ലൈൻ, റഫറൻസ് ലൈൻ വരച്ചെടുക്കാം. ഞാൻ അതിന് പേര് കൊടുക്കാണ് XY. ഈ ലൈൻ എന്തായിരിക്കണം? തിൻ ലൈൻ ആയിരിക്കണം. 2H പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് വരക്കണം. പിന്നീട് നിങ്ങൾ വരക്കേണ്ടത് ഇതാ, ഇവിടെ ഒരു സൈഡ് പ്ലെയിൻ കൂടി കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ലൈൻ കൂടി കാണാൻ സാധിക്കും. ഈ ലൈൻ തന്നെയാണ് ഇവിടെയുള്ള ലൈൻ. ഓക്കെ, അപ്പൊ അതാണ് ഇനി വരക്കേണ്ടത്. അതെങ്ങനെ വരക്കണം? ഈ റഫറൻസ് ലൈൻ അല്ലെങ്കിൽ XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരക്കേണ്ടത്. അത് എവിടെ വരക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരയ്ക്കും? ഇവിടെ വരക്കാം, ആണല്ലോ. ടോപ്പ് വ്യൂ ഈ വശത്ത് വരക്കാം, സൈഡ് വ്യൂ ഇവിടെ വരക്കാം. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ആ സൈഡ് പ്ലെയിനിന്റെ ലൈൻ ഇവിടെ വരച്ചതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ വരക്കാനുള്ള ഒരു സ്പേസ് ആദ്യമേ കണ്ടെത്താം. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസ് കണ്ടെത്തുന്നതിന് കുഴപ്പമില്ല. 1-2 സെന്റിമീറ്റർ കൂടിയാൽ കുഴപ്പമില്ല. അപ്പൊ അത് പ്രകാരം ഞാൻ ഏകദേശം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെയാണ് വരയ്ക്കുന്നത്, ഫ്രണ്ട് വ്യൂ ഇവിടെയാണ് വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം മിഡിലായിട്ട് ഞാൻ ആ സൈഡ് പ്ലെയിനിന്റെ ലൈൻ കൂടി ഇവിടെ വരയ്ക്കാം. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? നമ്മുടെ ആക്സിസ്, അതായത് റഫറൻസ് ആക്സിസ് വരച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ XY എന്ന് പറയുന്ന റഫറൻസ് ലൈൻ, ഇത് സൈഡ് പ്ലെയിനുമായി ബന്ധപ്പെട്ട ലൈൻ. അത്തരത്തിൽ 2 ലൈൻസുകൾ ആദ്യം വരച്ചെടുക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തത് വീണ്ടും ഒരു തിൻ ലൈനാണ്. ഈ പറയുന്നതൊക്കെ തിൻ ലൈനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം.
വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ്, ഇതുപോലെയാണല്ലോ. ഒബ്ജക്റ്റ് എങ്ങനെ വെക്കണം, എയറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈൻ വരച്ചിട്ടുണ്ട്, ഈ ലൈൻ വരച്ചു. അതിൽ നിന്ന് എത്ര സെന്റിമീറ്റർ മുകളിൽ, 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ എത്ര, 2 സെന്റിമീറ്റർ. അതുപോലെ തന്നെ നിങ്ങളുടെ സൈഡ് വ്യൂ നിന്നും 2 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ ആ 2 സെന്റിമീറ്റർ അകലത്തിൽ വീണ്ടും ഒരു തിൻ ലൈൻ വരച്ചു വെക്കുക. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള രീതിയിൽ മാത്രം, വളരെ തിൻ. നമ്മൾ എവിടേക്കാണോ വരയ്ക്കുന്നത് അവിടെയൊക്കെ മാത്രം വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ട് വ്യൂ, ഇവിടെ ടോപ്പ് വ്യൂ, ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നു. ഇവിടെ നമ്മളൊന്നും വരയ്ക്കാൻ പോകുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഒഴിവാക്കാം. ബാക്കിയെല്ലാം അളന്നു വെക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിസ് നിന്ന് 2 സെന്റിമീറ്റർ അകലെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ താഴേക്കുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. കാണുന്നുണ്ടല്ലോ. അതുപോലെ സൈഡ് പ്ലെയിനിൽ നിന്ന് 2 സെന്റിമീറ്റർ ഇവിടത്തേക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് അതിലൂടെ ലൈൻസ് വരച്ചെടുക്കുക. വീണ്ടും ഞാൻ പറയുന്നു, വളരെ തിന്നായിരിക്കണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള മാത്രം, ഞാനിവിടെ എനിക്ക് തൽക്കാലം കാണാൻ വേണ്ടിയുള്ള രീതിയിൽ മാത്രം ഒരു തിൻ ലൈൻ വരച്ചു. ഓക്കെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, കാരണം തിൻ ലൈനാണ്, വളരെ തിൻ ലൈൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള മാത്രം, ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. അത് ഇവിടെയും വരച്ചെടുക്കാം. വേണമെങ്കിൽ അത് റബ്ബ് ചെയ്ത് പിന്നീട് കളയുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ സൈഡ് പ്ലെയിനിൽ നിന്നും ഉള്ള അകലം കൂടിയുണ്ട്, അതും ഇവിടെ വരച്ചെടുക്കാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം മുഴുവൻ ലൈൻസും ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ. കാണുന്നുണ്ടല്ലോ. നമുക്ക് അത്യാവശ്യമുള്ള ലൈൻസ് ഇവിടെ ആയിക്കഴിഞ്ഞു. ഓക്കെ. ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്തു തുടങ്ങാം. ഇനി നോക്കിയേ, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ കാണുന്ന കാര്യം, യെല്ലോ ഷേപ്പിലുള്ള ഇതാണല്ലോ കാണുന്നത്. ഞാനത് ഫ്രണ്ട് വ്യൂവിൽ വരക്കാൻ പോവാണ്. തൽക്കാലം ഞാനത് അതേ കളറിൽ തന്നെ വരച്ച് ചെയ്യാം. ഫ്രണ്ട് വ്യൂയുടെ ആണല്ലോ. അപ്പോൾ ആദ്യം കാണുന്നത് ഈ ലൈൻ ഞാൻ വരയ്ക്കാണ്, ബേസ് ലൈൻ. അതിനുശേഷം അതിന്റെ ഹൈറ്റ് കൃത്യമായിട്ട് അളന്ന് മെഷർമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ മെഷർമെന്റ് അനുസരിച്ച് വേണം വരയ്ക്കാൻ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, അതിന്റെ ബേസ് ലൈൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ വരച്ചു പോരുത്. അതായത് 20 മില്ലിമീറ്റർ മുകളിൽ ബേസ് ലൈൻ. അതിനുശേഷം അതിന്റെ ഹൈറ്റ്. തൽക്കാലം ഞാൻ ഇവിടെ ഡയമെൻഷൻ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ തൽക്കാലം അതിന്റെ ഷേപ്പ് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നിശ്ചിത ഡയമെൻഷൻ എടുത്തുകൊണ്ട് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഡയമെൻഷൻ ഉണ്ടാവും. ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു. ഓക്കെ. യെല്ലോ ഷേപ്പിൽ വരയ്ക്കാൻ കാരണം ഇവിടുന്ന് കണ്ട യെല്ലോ ഷേപ്പ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കളർ വിഷയമല്ല, കാരണം എല്ലാം പെൻസിൽ കൊണ്ടാണ്. ഇത് തിക്ക് ലൈൻ ആയിരിക്കണം. വിസിബിൾ ലൈൻസ് എന്ന് പറയുന്നത് തിക്ക് ആയിരിക്കണം. ഹിഡൻ ലൈൻസ് അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തിൻ ലൈനും, വിസിബിൾ ലൈൻ എന്തായിരിക്കണം തിക്ക്. ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതല്പം കട്ടി കൂട്ടി വരച്ചത്. ഓക്കെ. ഈ വരച്ചിരിക്കുന്ന എല്ലാം തിൻ ലൈനാണ്. ഇതെന്താണ്, വിസിബിൾ ലൈൻ, ഒബ്ജക്ട് ലൈനാണ്. ദെൻ അടുത്തത് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോക്കുക, ടോപ്പിൽ നിന്ന് കാണുമ്പോൾ ഈ വൈറ്റ് സ്പേസ് ആണ് കാണുന്നത്, ആണല്ലോ. അതായത് നിങ്ങൾ ഇവിടുന്ന് ടോപ്പ് നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവുമാണ് കാണാൻ പോകുന്നത്. അപ്പോഴത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാ, താഴെയാണ്. അപ്പൊ അതിനു വേണ്ടി എളുപ്പത്തിൽ ചെയ്യേണ്ടത്, ഫ്രണ്ട് വ്യൂവിന്റെ ഈ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഈ വിഡ്ത്ത് അതേപടി ടോപ്പ് വ്യൂവിലേക്ക് വരുന്നുണ്ടായി. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തിന്നായിട്ടുള്ള ലൈൻ താഴേക്ക് വരയ്ക്കാം. വളരെ തിന്നായിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എന്ന് ഞാൻ പറയുന്നു. എവിടം വരെ, നമ്മൾ എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ലൈൻസ് അവിടം വരെ, ഇവിടം വരെ. ഓക്കെ. ഞാൻ ഇവിടെ തൽക്കാലം വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ കാണില്ല. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിനെയാണ് പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. പ്രൊജക്ട് ചെയ്യുന്ന ലൈൻസ് ആണ്. ഓക്കെ. അപ്പൊ 2 ലൈൻ ഇവിടുന്നു ഇവിടത്തേക്ക് വരക്കണ്ട, കാരണം ഇവിടുന്നാണ് നമ്മൾ ടോപ്പ് വ്യൂ വരക്കാൻ പോകുന്നത്. ഇനി ടോപ്പ് വ്യൂവിൽ കാണുന്ന കാര്യങ്ങൾ വരക്കാം. ടോപ്പ് വ്യൂവിൽ എന്താ കാണുന്നത്, ഈ ഒരു ഭാഗം കാണും, ഈ ഒരു ഭാഗം കാണും. ഇതിന്റെ ഈ കട്ടിങ് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെയാണ്. കാണുന്നുണ്ടല്ലോ. അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അതേപടി പ്രൊജക്ട് ചെയ്യാം. ഈ ലൈൻ പ്രൊജക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ടോപ്പ് വ്യൂ വരക്കാം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് വൈറ്റ് കളർ യൂസ് ചെയ്യും. ഓക്കെ. ഈ ലൈൻ, ഈ കട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്. ഓക്കെ. ഈ ലൈൻ കാണത്തില്ല.
അതായത് ഇവിടുന്ന് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പാർട്ട്, ഇതൊരു സെക്കൻഡ് പാർട്ട്. അപ്പൊ ആദ്യം കാണിച്ച ഈ പാർട്ടാണ് ഇത്, അതുപോലെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ എന്തുകൂടി വരക്കണം, ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡ് ഞാനിപ്പോൾ നോക്കുന്ന വ്യൂ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കളർ പ്ലെയിൻ കാണാൻ പറ്റും, ഈ പിങ്ക് കളർ പ്ലെയിൻ കാണാൻ പറ്റും ആണല്ലോ. അപ്പോൾ അത് കാണുന്ന കാര്യം എങ്ങനെ വരച്ചെടുക്കാം, അതായത് നിങ്ങൾ ഇവിടുന്ന് ചിന്തിക്കാം, ഇവിടുന്നാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ, ഈ ഭാഗം കാണും, ഈ ഭാഗം കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്യാം. ഈ ലെങ്ത്, അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ഹൈറ്റ് സൈഡ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുക ഇതുപോലെ. ഓക്കെ, അതുപോലെ തന്നെ സൈഡ്, ഈ സൈഡിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ പ്രൊജക്ട് ചെയ്ത് വെക്കാം. 3 ലൈൻസ് പ്രൊജക്ട് ചെയ്തു. ഇനി അതിന്റെ സൈഡ് വ്യൂ തൽക്കാലം നമുക്ക് പിങ്ക് കളറാണ്, അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് വരച്ചെടുക്കാം. തിക്ക് ലൈൻ ആയിരിക്കണം. വീണ്ടും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒബ്ജക്റ്റ് ലൈനുകളാണ്. ഡയമെൻഷൻസ് കൃത്യമായിട്ട് നോക്കുക. ഇതാ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാ ഈ കാണുന്ന ഭാഗമാണ് ഇത്, ഈ കാണുന്ന ഭാഗമാണ് ഇത്. ക്ലിയർ ആണല്ലോ. ഈ ഒരു ലൈൻ എന്ത് ചെയ്യില്ല, ഇവിടെ കാണില്ല, പകരം ഈ ലൈൻ എന്ന് പറയുന്നത് ഏതാ, ഇവിടുന്ന് ഈ ലൈനെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരേ പാരലൽ സർഫസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ രീതിയിലാണ് നിങ്ങൾ ഡ്രോയിങ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് എന്താണ്, ഫ്രണ്ട് വ്യൂ, തൊട്ട് താഴെ ടോപ്പ് വ്യൂ, പിന്നെ എന്താണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല, അത് പുറകുന്ന അപ്പുറം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സൈഡ് വ്യൂ മാത്രമേ വരക്കാൻ ചോദിക്കത്തുള്ളൂ. ഇനി ഇത് വരച്ചതിന് ശേഷം ഡയമെൻഷനിങ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ ഡയമെൻഷനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡയമെൻഷനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഡയമെൻഷൻസും, അതായത് ആവശ്യമുള്ള ഡയമെൻഷൻസ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഡയമെൻഷൻ തന്നോ അത് ആ ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യൂവിലൂടെ കാണിച്ചിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഈ സ്പേസിൽ കൂടുതൽ ഡയമെൻഷനിങ് വരാതിരിക്കാൻ ശ്രമിക്കുക, നീറ്റ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പേരുകൾ എഴുതണം. ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ, അതുപോലെ ടോപ്പ് വ്യൂ ആണെങ്കിൽ ടോപ്പ് വ്യൂ, പ്ലാൻ ആണ് പേര് പറഞ്ഞെങ്കിൽ പ്ലാൻ, തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. അപ്പൊ അതെങ്ങനെ അടയാളപ്പെടുത്താം, അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതാം. ഇവിടെ എന്താ എഴുതാം, ഞാനിപ്പോ ഇവിടെ എഴുതുന്നു ഫ്രണ്ട് വ്യൂ, ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ് ഫ്രണ്ട് വ്യൂ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ അത്രയും അല്ലെങ്കിൽ എഴുതുമ്പോൾ അത്രയും ലെങ്തേ കാണത്തുള്ള ഒരു 3 mm അല്ലെങ്കിൽ 3 to 4 mm സൈസിൽ മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ ഡ്രോയിങ് ഷീറ്റിലേക്ക്. ഫ്രണ്ട് വ്യൂ, അതുപോലെ ഇതെന്തായിരിക്കും ടോപ്പ് വ്യൂ. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം, ഷോർട്ട് അല്ല, ഫുൾ ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യനിൽ പ്ലാൻ ആണെങ്കിൽ പ്ലാൻ എന്ന്, എലിവേഷൻ ആണെങ്കിൽ എലിവേഷൻ എന്ന് എഴുതാം. ഇവിടെ എന്താണ് ലെഫ്റ്റ് സൈഡ് വ്യൂ, അതിന് തൽക്കാലം ഞാൻ LSV എന്ന് എഴുതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദിസ് ഷേപ്പ്. ഇതുപോലെ നിങ്ങൾക്ക് വിവിധ രീതിയിലുള്ള ഷേപ്സുകൾ അടുത്ത ക്ലാസ്സുകളിൽ തൽക്കാലം ക്വസ്റ്റ്യൻ ആയിട്ട് അസൈൻമെന്റ് രൂപത്തിൽ തരും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്ത് ശീലിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പിക്ചറുകൾ പഠിക്കുക. ഓക്കെ, അത് വരച്ചതിന് ശേഷം കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുള്ള രീതിയിൽ കുറച്ച് എക്സ്ട്രാ അഡീഷൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ചേർത്തിട്ടുള്ള ഫിഗറും കൂടി ചേർക്കുക. ഇത്തരത്തിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വരേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ഇതേപടി തന്നെ നിർത്തുവാണ്. ഇതിന്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും വരച്ചെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വരച്ചെടുക്കാം, ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എവിടെയൊക്കെ വരച്ചെടുക്കാം, ഏതൊക്കെ ലൈനിൽ, റഫറൻസ് ലൈൻ വരക്കാം, അതിനുശേഷം തിൻ ലൈൻ 20 mm, അതൊക്കെ സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. പൊസിഷൻസ് ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇവിടെ ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് തന്നെ ആയിരിക്കും, റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് തന്നെയായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കിയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുകൂടി പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ പരമാവധി നിങ്ങൾ വരച്ച ആ ഒരു പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പൊ എന്തെങ്കിലും തെറ്റുകളോ മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ ഏറ്റവും ഫൈനൽ പാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.